എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, ഇതിലെ ആദ്യത്തെ പറയുന്ന റിഡോക്സ് റിയാക്ഷൻസ്, ആ റിഡോക്സ് റിയാക്ഷൻസ് കുറച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ചാപ്റ്ററാണ്. കാരണം ഇതിൽ ഉൾപ്പെടുന്നതെന്ന് പറയുന്നത് ബാലൻസിങ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ പഠിക്കും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് കെമിസ്ട്രി എത്ര കാലം നമ്മൾ പഠിക്കുന്നുവോ അത്രയും കാലം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ബാലൻസിങ് ഓഫ് ഇക്വേഷൻസ്, അതുപോലെ റിഡോക്സ് റിയാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, റീവൈൻഡ് ചെയ്ത് കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബാലൻസിങ് ഓഫ് ഇക്വേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരുപാട് ചേഞ്ചസിനെ പറ്റി പറയുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങളെ പറ്റി. അപ്പൊ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുപാടും ദിവസം തോറും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും വരെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ചേഞ്ചസ് പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ട്. ഓരോ പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും വളരുന്നത് ചേഞ്ചാണ്. അതുപോലെ ഒരു സബ്സ്റ്റൻസ് മാറി മറ്റൊരു സബ്സ്റ്റൻസ് ആകുന്നത് ഒരു ചേഞ്ചാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഗ്ലാസ് പൊട്ടുന്നു, അതൊരു ചേഞ്ചാണ്. ഓക്കെ, വിറക് കീറുന്നു, അതൊരു ചേഞ്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ചേഞ്ചസ്, ആ എല്ലാ ചേഞ്ചസിനെയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ചേഞ്ചസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചസ്. ഓക്കെ, ഒന്ന് ഫിസിക്കൽ ചേഞ്ചസ്. അപ്പൊ ഫിസിക്കൽ ചേഞ്ചസിന്റെ പ്രത്യേകത, നമുക്ക് ഏതെങ്കിലും വസ്തുവിന്റെ ഷേപ്പോ അല്ലെങ്കിൽ സൈസോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചേഞ്ചസ് ആണ്. അങ്ങനെ ചേഞ്ച് വരുന്ന രീതിയിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ സൈസിലോ ഷേപ്പിലോ ആ രൂപത്തിലോ ഒക്കെ മാറ്റം വരുന്ന രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഏത്, ഫിസിക്കൽ ചേഞ്ചസ്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എന്താണ്, ഇപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടുന്നു. അപ്പോൾ ഗ്ലാസ് പൊട്ടുന്ന സമയത്ത് അവിടെ അതിന്റെ സൈസ് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു, പക്ഷെ ആ മെറ്റീരിയലിന് അവിടെ മാറ്റങ്ങളൊന്നും പറ്റിയിട്ടില്ല. കാരണം ആ പൊട്ടിയതായാൽ പോലും അതെന്ത് തന്നെയാണ്, ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. ഇനി അടുത്തത്, ഇപ്പോ ഒരു പേപ്പർ ഞാൻ ചുരുട്ടുന്നു, അപ്പോഴും അതിന്റെ ആ ഒരു ഷേപ്പിനാണ് മാറ്റം വന്നത്, അല്ലാതെ പേപ്പർ എന്ന് പറയുന്ന സബ്സ്റ്റൻസിന് മാറ്റം വന്നില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഫിസിക്കൽ ചേഞ്ചസ് സംഭവിച്ചതിനെ വീണ്ടും പഴയ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാം. അപ്പൊ അതിന്റെ ഷേപ്പ് പഴയ ഷേപ്പിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ പഴയ ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയാം. ഇനി നമ്മൾ ഇവിടെ ഈ ഫിസിക്കൽ ചേഞ്ചസിൽ എനിക്ക് ഒരു പുതിയ വസ്തു അവിടെ ഫോം ചെയ്തില്ല. അതായത് ഗ്ലാസ് പൊട്ടിയ സമയത്ത് എനിക്ക് പുതിയൊരു വസ്തു അവിടെ ഫോം ചെയ്തില്ല, ഗ്ലാസ് തന്നെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഗ്ലാസിന്റെ പാർട്സ് തന്നെയാണ് അവിടെ ഉള്ളത്. പേപ്പർ ചുരുട്ടിയ സമയത്തും പേപ്പറിൽ ചുരുട്ടി കഴിഞ്ഞാൽ അവിടെ പേപ്പർ തന്നെയാണ് ഉള്ളത്, അല്ലാതെ വേറൊരു പുതിയ വസ്തു ഉണ്ടായില്ല, പുതിയൊരു മെറ്റീരിയൽ ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ചസ്. ഇനി മറ്റൊരു ടൈപ്പ് ചേഞ്ചസ് ഉണ്ട്, അതാണ് കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ, കെമിക്കൽ ചേഞ്ചസ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ ഒരു മാങ്ങ പഴുക്കുന്നു, ആ മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ അതൊരു പുതിയൊരു വസ്തുവായി മാറി, അല്ലെ? അതായത് പച്ച മാങ്ങ പഴുത്ത് ഒരു പഴുത്ത മാങ്ങ ആവുമ്പോഴത്തേക്കും അത് എന്താണ്, അവിടെ ഒരു മെറ്റീരിയൽ മാറി മറ്റൊരു മെറ്റീരിയൽ ആയതാണ്. ഇനി എനിക്ക് ആ പഴുത്ത മാങ്ങയെ വീണ്ടും പച്ച മാങ്ങയായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് എന്തിന് എക്സാമ്പിൾ ആണ്, കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. അതായത് പുതിയൊരു വസ്തു ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. ഇപ്പൊ വിറക് ഞാൻ കത്തിക്കുന്നു, വിറക് കത്തിക്കുന്ന സമയത്ത് വിറക് കത്തിയതിനു ശേഷം എനിക്ക് കിട്ടുന്നത് വീണ്ടും വിറകല്ല കിട്ടുന്നത്, അവിടെ എനിക്ക് ചാമ്പൽ കിട്ടുന്നു, അല്ലെങ്കിൽ ചാരം കിട്ടുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഇനി പേപ്പർ കത്തിക്കുന്നു, പേപ്പർ കത്തിക്കുമ്പോഴത്തേക്ക് പേപ്പർ കത്തി
അവിടെ ചാരം എനിക്ക് കിട്ടുന്നു. അതായത് പുതിയൊരു വസ്തുവാണ് എനിക്ക് കിട്ടിയത്. അതായത് എന്താണത്? കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, ഇനി മറ്റൊരു രീതി പറയാം. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? വാട്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, ഇനി അടുത്ത ഓക്സിജൻ എന്ന് പറയുന്ന മറ്റൊരു സബ്സ്റ്റൻസ്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുണ്ടായതാണ് വാട്ടർ എന്ന് പറയുന്ന മറ്റൊരു സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതായത് ഇവ കമ്പൈൻ ചെയ്ത സമയത്ത് എനിക്കൊരു പുതിയൊരു എന്ത് കിട്ടി? ഒരു വസ്തുവിനെ കിട്ടി, ഒരു സബ്സ്റ്റൻസ് കിട്ടി. അതായത് ഇതിനെയെല്ലാം കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയാം. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഫിസിക്കൽ ചേഞ്ചസിൽ പുതിയ വസ്തുക്കൾ എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാകുന്നില്ല. എന്നാൽ കെമിക്കൽ ചേഞ്ചസിൽ പുതിയ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചേഞ്ചസ് എത്ര രീതിയിലുണ്ട്? രണ്ട് രീതിയിലുണ്ട്. ഫിസിക്കൽ ചേഞ്ചസും അതുപോലെ കെമിക്കൽ ചേഞ്ചസും. അപ്പൊ ഈ കെമിക്കൽ ചേഞ്ചസ് നടക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു പ്രോസസ്, അത് നമ്മൾ പറയുന്നവരാണ് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കെമിക്കൽ റിയാക്ഷൻസിലേക്ക് കടക്കുകയാണ്. ഒന്നുകൂടെ പറയാം. കെമിക്കൽ ചേഞ്ചസിന് കാരണമായിട്ടുള്ള ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞു, ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് എന്തുണ്ടായി? വാട്ടർ ഉണ്ടായി. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ടായി? വാട്ടർ ഉണ്ടായി തന്നല്ലോ. അപ്പോൾ ഇവിടെ രണ്ട് സബ്സ്റ്റൻസ് തമ്മിൽ ചേർന്നിട്ടാണ് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ആ റിയാക്ഷനിൽ പങ്കെടുത്ത ആ രണ്ട് സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. ഓക്കെ, റിയാക്റ്റൻസ്. എന്താണ് റിയാക്റ്റൻസ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത ആ രണ്ട് സബ്സ്റ്റൻസുകളെ, രണ്ടായിരിക്കണമെന്നില്ല, ചിലപ്പോൾ മൂന്നായിരിക്കാം, ചിലപ്പോൾ ഒരേ ഒരു സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ കാരണമായ സബ്സ്റ്റൻസുകൾ, അല്ലെ, അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള സബ്സ്റ്റൻസ്, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ റിയാക്റ്റൻസ് തമ്മിൽ റിയാക്ഷൻ നടക്കുന്നു. അപ്പൊ റിയാക്റ്റൻസ് തമ്മിൽ റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ നടന്നതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് എന്ത്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് എനിക്ക് കിട്ടിയത് വാട്ടറാണ്. അങ്ങനെയെങ്കിൽ വാട്ടറിനെ എനിക്ക് എന്തെന്ന് പറയാം? ഇവിടത്തെ പ്രോഡക്റ്റ് എന്ന് പറയാം. അപ്പൊ ഒന്നുകൂടെ പറയാം. കെമിക്കൽ ചേഞ്ചസിന് കാരണമാകുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, ആ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. ഓക്കെ, ഇനി ആ റിയാക്റ്റൻസ്, ആ റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടായ കേസിൽ ഹൈഡ്രജനും ഓക്സിജനും അവിടുത്തെ റിയാക്റ്റൻസ് ആണ്. എന്നാൽ വാട്ടർ എന്താണ്? പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നതിനെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ കെമിക്കൽ റിയാക്ഷൻ നടന്നതിനെ നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ടായി? വാട്ടർ ഉണ്ടായി. അപ്പൊ ജസ്റ്റ് ഞാൻ മോളിക്കുലർ ഫോർമുലയിൽ നിന്നും യൂസ് ചെയ്യാതെ എഴുതുകയാണ്. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് എന്ത് കിട്ടും? വാട്ടർ. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഇത് രണ്ടും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? വാട്ടർ ആണ്. അപ്പോ റിയാക്ടൻസിന് ഇടയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലസ് ആയിരിക്കണം. റിയാക്ടൻസിന് ഇടയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലസ് ആയിരിക്കണം. ഈ റിയാക്ടൻസ് റിയാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ്, ആ പ്രോഡക്ട്സ് എഴുതേണ്ടത് ഒരു ഗീവ്സിന് അപ്പുറത്താണ്. ഇതിനെ വായിക്കുന്ന പേര് ഗീവ്സ്. അപ്പോ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് എനിക്ക് എന്ത് കിട്ടി? വാട്ടർ കിട്ടിയെന്നാണ്. അപ്പോ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടുത്തെ റിയാക്ടൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. ഇവിടുത്തെ പ്രോഡക്ട്സ് ഏതാണ്?
ഏതാണ്? വാട്ടർ. നമുക്കിവിടെ ഒരൊറ്റ പ്രോഡക്റ്റേ ഉള്ളൂ. ഇനി ചില കെമിക്കൽ റിയാക്ഷൻസിൽ ചിലപ്പോൾ മോർ ദാൻ വൺ പ്രോഡക്റ്റ് ഉണ്ടായെന്ന് വരാം. ഇനി ചില റിയാക്ഷനിൽ ചിലപ്പോൾ ഒരു റിയാക്ടന്റ് മാത്രമേ ഉണ്ടായെന്ന് വരുള്ളൂ. അതായത് ഉദാഹരണത്തിന് എന്താണ്, ഒരു കോമ്പൗണ്ട് ചിലപ്പോ ഡിവൈഡ് ചെയ്ത് എന്താവും, 2 കോമ്പൗണ്ട് ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് എന്താവാം, സെപ്പറേറ്റ് ആയിട്ടുള്ള 2 കോമ്പൗണ്ട്സ് ആയിട്ട് മാറാം. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ഒരു റിയാക്ടന്റ് മാത്രമേ ഉണ്ടായി. അടുത്തായിട്ട് നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ തന്നെയാണ്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് എനിക്ക് വാട്ടർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷനിൽ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് എടുത്ത് നമ്മൾ അതിന്റെ മാസ് നോക്കി റിയാക്ഷൻ നടത്താൻ പോവുകയാണ്. അപ്പോ ഹൈഡ്രജൻ ഞാൻ ആദ്യം എടുത്തത് 2 ഗ്രാം. ഹൈഡ്രജൻ 2 ഗ്രാം എടുത്തു. ഓക്സിജൻ ഒരു 16 ഗ്രാം എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ റിയാക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടന്നതിന് ശേഷം നമുക്ക് അവിടെ കിട്ടുന്നത് നമുക്ക് മനസ്സിലായി എന്താണ്, വാട്ടറാണ്. വാട്ടർ കിട്ടിയത് 18 ഗ്രാം, 18 ഗ്രാം കിട്ടി. അപ്പൊ ഒന്നുകൂടി പറയാം, ആദ്യത്തെ സിറ്റുവേഷനിൽ ഞാൻ 2 ഗ്രാം ഹൈഡ്രജൻ എടുത്തു, 16 ഗ്രാം ഓക്സിജൻ എടുത്തു. ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് എനിക്ക് കിട്ടിയത് 18 ഗ്രാം വാട്ടറാണ്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത ഞാൻ ഹൈഡ്രജൻ ഒരു 4 ഗ്രാം എടുത്തു, 4 ഗ്രാം എടുത്തു. ഓക്സിജൻ 32 ഗ്രാം എടുത്തു. ഓക്സിജൻ 32 ഗ്രാം എടുത്തു. അപ്പൊ ഇത് തമ്മിൽ വീണ്ടും റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് എനിക്ക് കിട്ടിയത് 36 ഗ്രാം ആണ്. ഓക്കെ, അതായത് ശ്രദ്ധിക്കണം, ആദ്യത്തെ സിറ്റുവേഷനിൽ ഹൈഡ്രജൻ 2 ഗ്രാം ആണ്, ഓക്സിജൻ 16 ഗ്രാം ആണ്. അടുത്ത നമുക്ക് കിട്ടിയ വാട്ടർ 18 ഗ്രാം ആണ്. അതായത് ഈ 2 ഗ്രാം പ്ലസ് 16 ഗ്രാം എനിക്ക് എത്ര കിട്ടും, 18 ഗ്രാം കിട്ടി. ഇവിടെ 4 ഗ്രാം പ്ലസ് 32 ഗ്രാം എത്ര കിട്ടി, 36 ഗ്രാം കിട്ടി. അതായത് ഇവിടെയുള്ള ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർന്നിട്ട് അതിന്റെ രണ്ടിന്റെയും മാസിന്റെ സം തന്നെയാണ് എനിക്ക് പ്രോഡക്റ്റിന്റെ മാസ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഹൈഡ്രജൻ 2 ഗ്രാം എടുത്തു, ഓക്സിജൻ 16 ഗ്രാം എടുത്തു. അത് തമ്മിൽ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടായപ്പോഴത്തേക്ക് ഇതിന്റെ രണ്ടിന്റെയും മാസിന്റെ ആകെ സമ്മാണ് നമുക്ക് അതിന്റെ മാസ് ആയിട്ട് കിട്ടിയത്, ഇതിന്റെ പ്രോഡക്റ്റിന്റെ മാസ് ആയിട്ട് കിട്ടിയത്. അപ്പോ റിയാക്ടൻസിന്റെ മാസിന്റെ സമ്മാണ് പ്രോഡക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇത് നമുക്ക് മനസ്സിലായത്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇനി മറ്റൊരു റിയാക്ഷൻ നോക്കുക. ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, അതും ക്ലോറിൻ എന്ന് പറയുന്ന മറ്റൊരു സബ്സ്റ്റൻസ്, അതും തമ്മിൽ എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് എന്ത്, ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പൊ ഇവിടുത്തെ റിയാക്ടൻസ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു പ്ലസ് ഇട്ട് എഴുതുന്നവയാണ് എന്ത്, റിയാക്ടൻസ്. അതായത് ഹൈഡ്രജൻ റിയാക്ടന്റ് ആണ്, ക്ലോറിൻ റിയാക്ടന്റ് ആണ്. ഓക്കെ, ഇനി ആ ഗീവ്സ് കഴിഞ്ഞ് കിടക്കുന്നതാണ് എന്ത്, പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ഏതാണ്, ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം എടുത്തത് ഹൈഡ്രജൻ എടുത്തത് 2 ഗ്രാം എടുത്തു, ക്ലോറിൻ എടുത്തത് 71 ഗ്രാം എടുത്തു. 71 ഗ്രാം എടുത്തു. ഹൈഡ്രജൻ ക്ലോറൈഡ് എനിക്ക് കിട്ടിയത് 73 ഗ്രാം ആണ്. 73 ഗ്രാം ആണ്. ഇനി അടുത്ത സിറ്റുവേഷനിൽ ഞാൻ എടുത്തു ഹൈഡ്രജൻ 4 ഗ്രാം എടുത്തു, ക്ലോറിൻ 142 ഗ്രാം എടുത്തു. തമ്മിൽ റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് എത്രയാണ്, 146 ഗ്രാം ആണ്. ഓക്കെ, അപ്പോഴും നമ്മൾ ഇവിടെ വീണ്ടും ആഡ് ചെയ്ത് നോക്കുകയാണ്. 2 ഗ്രാം പ്ലസ് 71 ഗ്രാം നമുക്ക് കിട്ടി 73 ഗ്രാം. അടുത്തത് 4 ഗ്രാം പ്ലസ് 142 ഗ്രാം എത്ര കിട്ടി, 146 ഗ്രാം എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഇവിടെയും മനസ്സിലായി റിയാക്ടൻസിന്റെ മാസ് തമ്മിൽ ആഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പ്രോഡക്റ്റിന്റെ മാസ് കിട്ടി. ഓക്കെ, അതായത് ഇത്രയും കാര്യം മനസ്സിലാക്കുക. നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോഴത്തേക്കും അവിടുത്തെ റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോ ഒരു റിയാക്ഷനിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്
പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോ നമുക്ക് മനസ്സിലായത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് തന്നെയായിരിക്കും പ്രോഡക്റ്റിന്റെയും ടോട്ടൽ മാസ്. അതായത് പുതിയൊരു വസ്തു, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു പുതിയൊരു വസ്തു അവിടെ കൂട്ടിച്ചേർക്കപ്പെടുകയോ അല്ലെങ്കിൽ അവിടുത്തെ മാസിന് കുറവ് സംഭവിക്കുകയോ ചെയ്യുന്നില്ല. അതായത് മാസിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല, നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെയും മാസിൽ ഏതിനെങ്കിലും കുറച്ച് കുറവ് ഉണ്ടാകുന്നില്ല. അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എല്ലാ കെമിക്കൽ റിയാക്ഷന്റെ കേസും കൂടെ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഏത് കെമിക്കൽ റിയാക്ഷൻ എടുത്താലും അവിടത്തെ റിയാക്ടൻസിന്റെ മാസ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസിന് തുല്യം തന്നെ ആയിരിക്കും, ഈക്വൽ തന്നെയായിരിക്കും. ഓക്കെ, അതിനുള്ള കാരണം എന്താണ്? അവിടെ പുതിയ വസ്തുക്കൾ എന്ത് ചെയ്യപ്പെടുന്നില്ല? ഉണ്ടാകപ്പെടുന്നില്ല, അല്ലെ? പുതിയ വസ്തുക്കള്, അതായത് മാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. നേരത്തെ ഉണ്ടായിരുന്ന റിയാക്ടൻസ് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വസ്തുക്കള്, സബ്സ്റ്റൻസ്, അതിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പുതിയ വസ്തുക്കള് അല്ലെങ്കിൽ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതായത് മാസിനെ എനിക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ ഉണ്ടായിരുന്ന മാസ് തന്നെയാണ് പിന്നീടും കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാലും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതുപോലെ മാസ് ഡിസ്ട്രോയ് ആയി പോകുന്നില്ല. മനസ്സിലായോ? അതായത് ഞാനിവിടെ ചേർക്കുന്ന സമയത്ത് കുറെ മാസ് അവിടെ കുറവ് വന്നില്ല അല്ലെങ്കിൽ കൂടിയില്ല. മനസ്സിലായോ? അതായത് നമുക്ക് മാസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അന്റോയിൻ ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. ഇവിടെ കിടപ്പുണ്ട് അന്റോയിൻ ലാവോസിയർ. ഓക്കെ, അന്റോയിൻ ലാവോസിയർ ആണ് ആദ്യമായിട്ട് ഈ ഒരു തിയറി കൊണ്ടുവരുന്നത്. അപ്പോ ആ തിയറിയെ പറയുന്ന പേരാണ്, ആ ലോയെ പറയുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ: ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഏതിൽ പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കേണ്ടതാണ്. അന്റോയിൻ ലാവോസിയർ കൊണ്ടുവന്ന ലോയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ്? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നോക്കാൻ പോവുകയാണ്. അപ്പോ ഇവിടെ മെഗ്നീഷ്യം റിബൺ ഞാൻ കത്തിക്കുകയാണ്. മെഗ്നീഷ്യം കത്തിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഏതൊരു വസ്തുവും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് കമ്പൽഷൻ അല്ലെങ്കിൽ കത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. നമുക്കറിയാം, ഇവിടുത്തെ റിയാക്ടൻസ് ആണ് മെഗ്നീഷ്യം, അതുപോലെ ഓക്സിജൻ. ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ് മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇതുപോലെ എഴുതിക്കൊണ്ടിരിക്കണ്ട. നമുക്ക് അപ്പൊ ഇത്രയും എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയനഷ്ടമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ രൂപീകരിക്കുന്നത്. കെമിക്കൽ ഇക്വേഷൻസ്. അപ്പൊ കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ അതിലുണ്ടായിരിക്കുന്നത് ഓരോ സബ്സ്റ്റൻസിന്റെയും ഏത് സബ്സ്റ്റൻസ് ആണോ അതിന്റെ മോളിക്കുലാർ ഫോമിലായിരിക്കും അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം എല്ലാ സബ്സ്റ്റൻസും മോളിക്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആ മോളിക്യൂൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എഴുതുന്നത്. ഇപ്പൊ ഇവിടെ മെഗ്നീഷ്യം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയാണ്, Mg. ഇതാണ് അതിന്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. അതിന്റെ മോളിക്കുലാർ ഫോമുല ഇതാണ്. ആ മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്സിജൻ സാധാരണ നിൽക്കുന്നത് 2 ആറ്റങ്ങൾ ചേർന്നിട്ടാണ്. അതൊരു ഡയാറ്റോമിക് ആറ്റമാണ്, ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ആറ്റം ഉണ്ടെങ്കിലേ ഒരു മോളിക്യൂൾ ഉണ്ടാവും. ഓക്കെ, അതായത് O2, അതായത് 2 ആറ്റം, 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അങ്ങനെയാണ് ഒരു മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് എനിക്ക് ഉണ്ടാകുന്നത്, ആ ഒരു റിയാക്ഷനിൽ ഉണ്ടാകുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ്. അതിന്റെ മോളിക്കുലർ ഫോർമുല MgO എന്നാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യത്തിന്റെ മോളിക്കുലർ ഫോർമുല Mg പ്ലസ് ഓക്സിജന്റെ മോളിക്കുലർ ഫോർമുല
O2. O2 എന്ന് എഴുതാൻ കാരണം അത് എന്താണ്, ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. അതായത് ഒരു മോളിക്യൂളിനുള്ളിൽ 2 ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഗീവ്സ് നമുക്ക് കിട്ടിയത് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറഞ്ഞത് മാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. അതായത് ഈ റിയാക്ടൻസ് തമ്മിൽ റിയാക്ഷൻ നടന്നത് കൊണ്ടാണല്ലോ ഇവിടത്തെ പ്രോഡക്റ്റ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആറ്റങ്ങളും എവിടെയും ഉണ്ടായിരിക്കണം, ആ പ്രോഡക്റ്റ് സൈഡിലും ഉണ്ടായിരിക്കണം. ഇതിനെ റിയാക്ടന്റ് സൈഡ് എന്നും ഇതിനെ പ്രോഡക്റ്റ് സൈഡ് എന്നും പറയും. ഈ ആരോര് ലെഫ്റ്റ് പോർഷനിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കിടക്കുന്ന, ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുന്നതിന് നമുക്ക് പറയാം എന്താണ്, റിയാക്ടന്റ് സൈഡ് എന്നും, ഇനി ആരോര് വലത് ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് കിടക്കുന്നതിന് പ്രോഡക്റ്റ് സൈഡ് എന്നും പറയാം. അപ്പോ റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഏതൊക്കെ ആറ്റങ്ങളുണ്ട് റിയാക്ടന്റ് സൈഡിൽ? റിയാക്ടന്റ് സൈഡിലുള്ളത് ഒന്ന് മെഗ്നീഷ്യം എന്ന് പറയുന്ന ആറ്റം ഉണ്ട്, ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റം ഉണ്ട്. ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റം ഉണ്ട് അല്ലെ, ആറ്റമാണ് എഴുതിയത്, അതുകൊണ്ടാണ് ഞാൻ O2 എന്ന് എഴുതാത്തത്. ഇനി ഇവിടെയും പ്രോഡക്റ്റ് സൈഡിലും നോക്കുക, പ്രോഡക്റ്റ് സൈഡിലും എന്ത് തന്നെയാണുള്ളത്, പ്രോഡക്റ്റ് സൈഡിലും മെഗ്നീഷ്യവും ഓക്സിജനും 2 ആറ്റങ്ങൾ തന്നെയാണ്. ആ ആറ്റങ്ങൾ ചേർന്ന് ഒരു കോമ്പൗണ്ട് ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ റിയാക്ടന്റ് സൈഡ് ഞാൻ എഴുതാൻ പോവുകയാണ്. ഇവിടെ റിയാക്ടന്റ് സൈഡ് എന്ന് എഴുതാം. ഇവിടെ പ്രോഡക്റ്റ് സൈഡ് അപ്പോ റിയാക്ടന്റ് സൈഡിൽ എത്ര മെഗ്നീഷ്യം ഉണ്ടെന്ന് നോക്കാം. അപ്പൊ Mg എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലെ. Mgയുടെ താഴെയായിട്ട് ഈ റൈറ്റ് സൈഡിലെ താഴെയായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും. അതുപോലെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ ഇതിലെന്തില്ല, ഒരു നമ്പർ ഇതിന് താഴെയോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ കൊടുത്തിട്ടില്ല. അതായത് ഒരൊറ്റ ആറ്റം എന്നാണ് മീൻ. മെഗ്നീഷ്യം ഒരൊറ്റ ആറ്റമാണ് ഇവിടെ. അതായത് മെഗ്നീഷ്യം റിയാക്ടന്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കുക. പ്രോഡക്റ്റ് സൈഡിലും എത്രയേ ഉള്ളൂ, ഇതിന് താഴെയോ സൈഡിലോ ഒരു നമ്പർ ഇല്ല. അതായത് Mg, അതായത് ഒരൊറ്റ മെഗ്നീഷ്യം ആറ്റമാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ആ കേസിൽ നോക്കിയപ്പോ മെഗ്നീഷ്യം കറക്റ്റ് ആണ്. മെഗ്നീഷ്യം റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ ആണ്. രണ്ടിടത്ത് ഒരാറ്റമേ ഉള്ളൂ. അതായത് മെഗ്നീഷ്യത്തിന്റെ മാസിൽ ഏറ്റക്കുറച്ചിൽ സംഭവിച്ചിട്ടില്ല. മെഗ്നീഷ്യം റിയാക്ടന്റ് സൈഡിൽ എത്രയാണോ അത്ര തന്നെയാണ് പ്രോഡക്റ്റ് സൈഡിലും ഉള്ളത്. അപ്പൊ അതിൽ മാറ്റമില്ല. ഇനി നമുക്ക് ഓക്സിജൻ നോക്കാം. ഓക്സിജൻ നോക്കിയപ്പോ ഓക്സിജന് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ 2 എന്ന് കിടപ്പുണ്ട് അല്ലെ. അതായത് ഇനി ഫ്രണ്ടിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. ഫ്രണ്ടിൽ നമ്പർ ഒന്നുമില്ല. അതായത് ഓക്സിജൻ എത്ര ആറ്റം ഉണ്ട് ഇവിടെ? 2 ആറ്റമുണ്ട്. ഓക്കെ, 2 ആറ്റമുണ്ട്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കുക. പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജന്റെ ഫ്രണ്ടിലോ, ഇപ്പൊ ഒരു മോളിക്യൂളിനകത്താണെങ്കിൽ ആ ആറ്റം ഉൾപ്പെടുന്ന ആ മോളിക്യൂളിന്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടാവും നോക്കണം. അല്ലാതെ ഇതിനുള്ളിൽ നമ്പർ എഴുതാറില്ല. അപ്പോ ഈ ഒരു ഈ ഒരു കോമ്പൗണ്ടിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ആ മോളിക്കുലർ ഫോർമുല കംപ്ലീറ്റ് ആ മോളിക്കുലർ ഫോർമുലയ്ക്ക് ഫ്രണ്ടിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഓക്സിജന്റെ ഫ്രണ്ടിൽ നമ്പർ ഇല്ല, അതുപോലെ ഓക്സിജന് താഴെയും നമ്പർ ഇല്ല. അതായത് അവിടെ ഓക്സിജൻ എത്ര എണ്ണമേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. ഓക്കെ, അതായത് ഇവിടെ നോക്കുക, ഓക്സിജൻ റിയാക്ടന്റ് സൈഡില് 2 ആറ്റമുണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 1 ആറ്റമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച്, നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറഞ്ഞതനുസരിച്ച് ഈ എഴുതിയിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻ തെറ്റാണ്. ഓക്കെ, ഇതൊരു നമ്മൾ പറയും തെറ്റായതുകൊണ്ട് ഇതിനെ പറയും അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയും. ബാലൻസ്ഡ് അല്ല, 2 സൈഡിലും ഒരേ ആറ്റങ്ങളല്ല. അതുകൊണ്ട് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയും. ഇതൊരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കണം. അപ്പൊ ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനെ എന്താക്കി മാറ്റണം? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റണം. അങ്ങനെ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കുന്ന ആ ഒരു രീതിയെ നമ്മൾ പറയുന്ന പേരാണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. ഒന്നുകൂടെ പറയാം, റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം, ആറ്റങ്ങളുടെ നമ്പർ ഈക്വൽ അല്ലെങ്കിൽ
അതിന് നമ്മൾ പറയുന്ന ആ കെമിക്കൽ ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിനെ നമ്മൾ എന്താക്കി മാറ്റണം? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് ആക്കി മാറ്റണം. അപ്പൊ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്, അതിനെ പറയുന്ന പേരാണ് എന്ത്? ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോ ഇവിടെ മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പ്രത്യേകത, നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ആറ്റത്തിന്റെ താഴെ, ഒരു സിമ്പലിന് താഴെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്പർ കൊടുക്കാൻ പാടില്ല. ഒരാറ്റത്തിനും താഴെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല? നമ്പർ കൊടുക്കാൻ പാടില്ല. ഇപ്പോ ഇവിടെ ഓക്സിജൻ 2 ഉള്ളൂ, അല്ല ഓക്സിജൻ 2 ഉണ്ട്. ഇവിടെ ഓക്സിജൻ 1 ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മള് ഇതിന് താഴെ കൊണ്ടുവന്ന് നമ്പർ കൊടുക്കാൻ പാടില്ല. പിന്നെ എവിടെ നമ്പർ കൊടുക്കാം? ഒരു മോളിക്യൂളിന് ഫ്രണ്ടിൽ നമ്പർ കൊടുക്കാം. ഈ ഒരു മോളിക്യൂളിന്റെ ഫ്രണ്ടിൽ നമ്പർ കൊടുക്കാം. ഈ ഒരു മോളിക്യൂളിന്റെ ഫ്രണ്ടിൽ നമ്പർ കൊടുക്കാം. ഇവിടെയും നമ്പർ കൊടുക്കാം. മനസ്സിലായോ? അല്ലാതെ ഈ ഒരു മോളിക്യൂളിന് ഇടയിൽ, ആ മോളിക്കുലർ ഫോമിലേക്ക് ഇടയിലും നമ്പർ കൊടുക്കാൻ പാടില്ല. അപ്പോ പ്രത്യേകത, ഒരു മോളിക്യൂളിന്റെ മോളിക്യൂളിന് താഴെയായിട്ടോ അല്ലെങ്കിൽ ആ മോളിക്കുലർ ഫോമുലയുടെ ഇടയിലായിട്ടോ നമ്പർ കൊടുക്കാൻ പാടില്ല. ആ മോളിക്കുലർ ഫോമുലയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് മാത്രം നമുക്ക് നമ്പർ കൊടുക്കാം. ഇപ്പൊ മെഗ്നീഷ്യത്തിന്റെ ഫ്രണ്ടിൽ നമുക്ക് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്സിജന്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം. മെഗ്നീഷ്യം ഓക്സൈഡിന്റെ ഫ്രണ്ടിൽ നമ്പർ കൊടുക്കാം. അല്ലാതെ ഈ മെഗ്നീഷ്യം ഓക്സൈഡിലെ ഓക്സിജന്റെ ഫ്രണ്ടിൽ നമ്പർ കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതാണ് പ്രത്യേകത. ഇനി ഇവിടെ നമുക്ക് ബാലൻസിങ് ചെയ്യണം. ബാലൻസിങ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കി മെഗ്നീഷ്യം എത്രയാണ്? 1 തന്നെയാണ്. രണ്ട് സൈഡിലും 1 തന്നെയാണ്. ഓക്സിജൻ ആണ് ഡിഫറൻസ്. അപ്പൊ ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര ആലോചിക്കുക, ആ 1 ഉള്ളതിനെ 2 ആക്കി മാറ്റണം. അങ്ങനെ 2 ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്ത് ചെയ്യുക? ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു 2 കൊടുക്കുക. ഓക്കെ, ഇതിന്റെ ഫ്രണ്ടിലായിട്ട് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. ഇനി 1 നമ്മൾ നോക്കാൻ ആ കെമിക്കൽ ഇക്വേഷൻ നോക്കുകയാണ്. ഇവിടെ മെഗ്നീഷ്യം ഒരൊറ്റ ആറ്റമേ ഉള്ളൂ. അപ്പുറത്ത് നോക്കിയാണ് മെഗ്നീഷ്യം എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം ഉണ്ട്. ഫ്രണ്ടിൽ 2 കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ 2 മെഗ്നീഷ്യം ഉണ്ട്. അപ്പൊ 2 മെഗ്നീഷ്യം ഉണ്ട്, അത് തെറ്റാണ്. ഇനി ഓക്സിജന്റെ കേസ് നോക്കി. ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. കണ്ട, ഇവിടെയും 2 ഉണ്ട്. അതായത് ഓക്സിജൻ നമ്മള് ശരിയാക്കിയ സമയത്ത് എന്ത് പറ്റി? മെഗ്നീഷ്യത്തിൽ വ്യത്യാസം വന്നു. ഇപ്പോഴും ഇത് എന്ത് തന്നെയാണ്? അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നെയാണ്. കാരണം മെഗ്നീഷ്യം 1, ഇവിടെ നോക്കിയപ്പോൾ മെഗ്നീഷ്യം 2, ഓക്സിജൻ 2, ഇവിടെ ഓക്സിജൻ 2 ആണ്. കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതുകൂടി ശരിയാക്കണം. അതുകൂടി ശരിയാക്കണമെന്ന് നോക്കിയാണ് ഇവിടെ 2 മെഗ്നീഷ്യം, ഇവിടെ 1 മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിലാണ് നമുക്ക് വ്യത്യാസമുള്ളത്. അപ്പൊ ഈ 1 മെഗ്നീഷ്യത്തെ 2 മെഗ്നീഷ്യം ആക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ ഇടാൻ പാടില്ല. എന്ത് ചെയ്യണം? ഫ്രണ്ടിൽ ഇടുക. അപ്പോ 2 mg. ഇപ്പൊ 2 മെഗ്നീഷ്യം ആറ്റം, ഇവിടെയും 2 മെഗ്നീഷ്യം ആറ്റം. ഇവിടെ 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ. അതായത് ഇതെന്തായി? ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. അപ്പോ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണിത്. ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റാനുള്ള രീതിയാണിത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, അടുത്ത കെമിക്കൽ ഇക്വേഷൻ ആണ് സിങ്ക് പ്ലസ് HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇവിടെ. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കിട്ടുന്നു? ഇവിടെ നമുക്കറിയാം റിയാക്ടൻസ് ആണ് ഏതൊക്കെ? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഓക്കെ, അപ്പൊ ഇത് റിയാക്ടന്റ് സൈഡാണ്. ഇനി ഗീവ്സിന് അപ്പുറം നോക്കുക, പ്രൊഡക്റ്റ് സൈഡ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ സിങ്ക് ക്ലോറൈഡും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അത് 2 പ്രോഡക്റ്റ് ആണ്. ഇനി നമുക്ക് ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏതൊക്കെ ആറ്റം
റിയാക്ടന്റ് സൈഡിലുണ്ട്, ഏതൊക്കെ ആറ്റം പ്രോഡക്റ്റ് സൈഡിൽ, രണ്ടിടത്തും സെയിം തന്നെയാണ്. റിയാക്ടന്റ് സൈഡിൽ ഏതൊക്കെ ആറ്റങ്ങളുണ്ടോ അത് തന്നെ ആയിരിക്കും പ്രോഡക്റ്റ് സൈഡിലുള്ള ആറ്റങ്ങൾ. ഓക്കെ, ആറ്റംസ് ഏതൊക്കെയുണ്ട്? ആറ്റംസ് ഉള്ളത് ഒന്ന് സിങ്ക് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ സിങ്ക് എന്ന് പറയുന്ന ഒരു ആറ്റം, പിന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റം, ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം. അപ്പൊ 3 തരത്തിലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ട് ഇവിടെ. ഏതൊക്കെയാണ്? സിങ്ക്, ഹൈഡ്രജൻ, ക്ലോറിൻ. ഇനി നമുക്ക് റിയാക്ടന്റ് സൈഡ് ഉണ്ട്, റിയാക്ടന്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ്. റിയാക്ടന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും നമുക്ക് നോക്കാം ഓരോന്നിന്റെ എണ്ണം. ഇവിടെ സിങ്ക് എത്രയാണ്? താഴെയോ ഫ്രണ്ടിലോ ഒരു നമ്പറും കൊടുത്തിട്ടില്ല, അതായത് ഒരൊറ്റ സിങ്ക് ആറ്റമാണ് ഉള്ളത്. അപ്പൊ സിങ്ക് ആറ്റം 1 റിയാക്ടന്റ് സൈഡിലാണ്. അടുത്ത പ്രോഡക്റ്റ് സൈഡിൽ നോക്കി, സിങ്ക് താഴെയോ അതിന് താഴെയോ ഫ്രണ്ടിലോ എന്തില്ല, ഒരു നമ്പറും ഇല്ല, അതായത് അവിടെയും സിങ്കിന്റെ എണ്ണം 1. സിങ്ക് ആറ്റത്തിന്റെ എണ്ണം 1. ഇനി അടുത്ത ഹൈഡ്രജൻ നോക്കി, ഹൈഡ്രജൻ എത്രയുണ്ട്? താഴെയോ ഫ്രണ്ടിലോ നമ്പർ ഇല്ല, അതായത് ഹൈഡ്രജൻ എത്ര? 1. ഇനി ഇവിടെ ഹൈഡ്രജൻ എത്ര നോക്ക്, ഹൈഡ്രജന്റെ താഴെ 2 ഉണ്ട്, പക്ഷെ ഫ്രണ്ടില് നമ്പർ ഇല്ല, അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ എത്ര? 2 ആറ്റം ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലോറിൻ നോക്കുക, ക്ലോറിന്റെ താഴെയോ ആ ഒരു മോളിക്യൂളിന്റെ ഫ്രണ്ടിലോ എന്തില്ല, നമ്പർ ഇല്ല, അതായത് ക്ലോറിൻ 1 ആണ്. ഇവിടെ ക്ലോറിൻ നോക്കുക, ആ ക്ലോറിന്റെ താഴെ 2 കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു നമ്പറും ഇല്ല, അതായത് ക്ലോറിൻ എത്രയാണ്? 2 ആണ്. അപ്പൊ ഇവിടെ സിങ്കിന്റെ കേസിൽ കറക്റ്റ് ആണ്. റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ള ആറ്റംസിന്റെ എണ്ണം ഈക്വൽ ആണ്. ഇനി ഹൈഡ്രജൻ നോക്കിയപ്പോഴത്തേക്ക് റിയാക്ടന്റ് സൈഡില് ഒരൊറ്റ ആറ്റം, പ്രോഡക്റ്റ് സൈഡില് 2 ആറ്റം. തെറ്റ്. ക്ലോറിൻ റിയാക്ടന്റ് സൈഡ് 1, പ്രോഡക്റ്റ് സൈഡ് 2, അതും തെറ്റ്. അപ്പൊ അതിന് രണ്ടിനെ നമുക്ക് ശരിയാക്കണം. അതിനെ ശരിയാക്കാനായിട്ട് എന്തുണ്ട് മാർഗം? നമുക്ക് വ്യത്യാസമുള്ളത് ഹൈഡ്രജൻ 1, ഇവിടെ ഹൈഡ്രജൻ 1 ആണ്, ഇവിടെ ക്ലോറിൻ ഇവിടെ നമുക്ക് നോക്കാം. ക്ലോറിൻ ഇവിടെ 1 ആണ്, അവിടെ 2 ആണ്. അപ്പൊ രണ്ടിനെയും നമുക്ക് എന്താക്കി മാറ്റണം? 2 എണ്ണമാക്കി, 2 ആറ്റംസ് വീതമാക്കി മാറ്റണം. നമുക്ക് ആ കൂടി ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യുക? കുറവുള്ളിടത്ത് അതിനെ കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഹൈഡ്രജനെ 2 ആക്കണം, ക്ലോറിനെ 2 ആക്കണം. നമുക്ക് എന്ത് ചെയ്യാം? പൊതുവായിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു 2 കൊടുക്കാം. ഓക്കെ, അപ്പൊ പൊതുവായിട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് എങ്ങനെ മാറും? അത് +2HCl എന്നാവും. അപ്പൊ 2 എന്ന് പറയുന്നത് ഈ ഒരു മോളിക്യൂളിന് കംപ്ലീറ്റ് കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ 2 ഹൈഡ്രജനും ഉണ്ട്, 2 ക്ലോറിനും ഉണ്ട്. അപ്പൊ ഇനി ഒന്നേന്ന് നമുക്ക് നോക്കാം. സിങ്ക് ഇവിടെ 1, ഇവിടെ 1, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഹൈഡ്രജൻ ഇവിടെ 2, ഇവിടെയും 2. ക്ലോറിൻ 2, ഇവിടെയും ക്ലോറിൻ 2. ഓക്കെ, അതായത് ഇപ്പൊ ഇതെന്തായി? ഇപ്പൊ ഇതിനെ നമുക്ക് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു നോക്കാനുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെസ്റ്റിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ആ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ചേഞ്ചസ് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ചേഞ്ചസ് എന്നും അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചസ് എന്നും. അതിൽ ഫിസിക്കൽ ചേഞ്ചസിൽ പുതിയ സബ്സ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഉണ്ടാകുന്നില്ല. എന്നാൽ കെമിക്കൽ ചേഞ്ചസിലാണെങ്കിൽ പുതിയ വസ്തുക്കൾ, പുതിയ സബ്സ്റ്റൻസസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്ന ആ കെമിക്കൽ ചേഞ്ചസ് നടക്കുന്ന ആ പ്രോസസ്സിനെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. ആ കെമിക്കൽ റിയാക്ഷൻസിൽ ഏതൊക്കെയോ സബ്സ്റ്റൻസുകൾ അവിടെ എന്ത് ചെയ്യും? പങ്കെടുക്കും. ആ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് റിയാക്ടൻസ്. ആ റിയാക്ടൻസ് പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് അതിനെല്ലാം കൂടി ചേർത്ത് ഒരു കെമിക്കൽ ഇക്വേഷൻ ആക്കി എഴുതാം. കെമിക്കൽ ഇക്വേഷൻ ആക്കി എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ കാണും? നമ്മൾ റിയാക്ടൻസിനെയും അതുപോലെ പ്രോഡക്ട്സും, റിയാക്ടന്റ് സൈഡില് റിയാക്ടൻസിനെ പ്ലസ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ വേർതിരിക്കും. അതുപോലെ പ്രോഡക്റ്റ് സൈഡിലും പ്രോഡക്റ്റുകളെ പ്ലസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വേർതിരിക്കും. ഇനി റിയാക്ടന്റ് സൈഡിനെയും പ്രോഡക്റ്റ് സൈഡിനെയും വേർതിരിക്കുന്നത് ഗീവ്സ് ആണ്. ഇതിനെ വായിക്കുന്നത് ഗീവ്സ് എന്നാണ്. ഓക്കെ, അപ്പോ ഈ ഗീവ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ റിയാക്ടന്റ് സൈഡ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പിന്നീട് നോക്കി കുറെ സിറ്റുവേഷൻസ് നമ്മൾ നോക്കി. ആ സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് മനസ്സിലായി റിയാക്ടന്റ്
എത്ര മാസാണോ റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെയും ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അത് കൊണ്ടുവന്നത് അന്റോയിൻ ലാവോസിയർ ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഓക്കെ, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു കെമിക്കൽ ഇക്വേഷൻ നോക്കി. കെമിക്കൽ ഇക്വേഷൻ നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി അത് ബാലൻസ്ഡ് അല്ല. ഓക്കെ, ബാലൻസ്ഡ് അല്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ്ഡ് അല്ലാത്ത കെമിക്കൽ ഇക്വേഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പൊ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ 2 എക്സാമ്പിൾ ചെയ്തു. ഇത് കൂടാതെ കുറെ എക്സാമ്പിൾ ടെസ്റ്റിലുണ്ട്, അതും കൂടി നമുക്ക് ചെയ്യാം.